ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ വൈജയന്തിയുടെ ഫോട്ടോത്തിലേക്ക് തോക്ക് ചൂണ്ടി നിന്നിട്ട് ആലോചിക്കുന്നതാണ് പ്രമോല് കാണിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ. വൈജയന്തിനെ നേരെ തലയ്ക്ക് തോക്ക് ചൂണ്ടുന്നതും അലീനയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നതൊക്കെ ബാലേന്ദ്രൻ അവിടെ ഇരുന്നു കൊണ്ട് ആലോചിക്കുന്നതാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നതല്ല. അപ്പോൾ കോപ്പിറൈറ്റിന് ചെറിയ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്, തോക്കൊക്കെ ചൂണ്ടി നിൽക്കുന്നത് ഇങ്ങനെ കാണിക്കുമ്പോൾ. അതുകൊണ്ടാണ് ആ ഫോട്ടോസൊന്നും ഇടാത്തത്. അതിനെ തോക്ക് ചൂണ്ടിയിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങനെ, ഇത് നിന്റെ മകളാണ് അലീന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് വൈജയന്തി ഞെട്ടിദ്ധരിക്കുന്നതും അതുപോലെ തന്നെ നീ പണ്ട് ഒരാളെ പ്രണയിച്ചില്ലേ, സ്റ്റാൻലി ആഗ്രയിൽ വെച്ചിട്ട്, അയാളുടെ മകളാണ്, നിന്റെ മകളാണ്, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് ബാലേന്ദ്രൻ തൻ്റെ ബാഗ് തുറന്നിട്ട് വീണ്ടും അതിൽ നിന്ന് മദ്യക്കുപ്പി എടുത്തിട്ട് നേരെ ഹോളിലേക്ക് വരികയാണ്. ഹോളിൽ വന്നിരുന്നിട്ട് വീണ്ടും നിന്നിട്ട് തന്നെ മദ്യപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു ചയറ് വലിച്ചിട്ടിട്ട് അതിലിരുന്നിട്ട് വീണ്ടും വീണ്ടും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അലീന വരികയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, എന്തോ കാര്യമായിട്ടുള്ള സംഭവം തന്നെയാണെന്ന് അലീന മനസ്സിലാക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. പക്ഷേങ്കിലും ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കാനൊക്കെ അലീനയ്ക്ക് വിഷമാവാണ്. വേഗം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശി ബാലേന്ദ്രൻ സാറ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ, വന്നാ എന്ന് ചോദിക്കട്ടോ. എവിടെയായിരുന്നു അവൻ ഇന്നലെ ഞാൻ ചോദിക്കുകയാണ്. അതൊന്നും അറിയില്ല മുത്തശ്ശി, പക്ഷേ ബാലേന്ദ്രൻ സാറ് ഇവിടുന്ന് പോയ സാറല്ല തിരികെ വന്നിരിക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. ബാലേന്ദ്രൻ സാറ് കുടിക്കണോ? അവൻ അങ്ങനെയുള്ള ആളല്ലല്ലോ, നീ ഇങ്ങോട്ട് വിളിച്ചേ ബാലേന്ദ്രനെ. അത് ഹാളിൽ ഇരുന്നിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ. ഞാൻ വിളിക്കുന്നു പറഞ്ഞാൽ അവൻ വരും, നീ ചെന്ന് വിളിക്കുക കൊച്ചേ എന്ന് പറയട്ടോ. അപ്പം അലീനയ്ക്ക് ഇങ്ങനെ പേടിയാവും കേട്ടോ. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും. ചെല്ലു കൊച്ചേ, പോയിട്ട് വേഗം വിളിക്കുന്നു പറയട്ടോ അലീനോട്. അങ്ങനെ അലീന പോയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അലീനയ്ക്ക് പേടിയുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയണത്, അത് പിന്നെ മുത്തശ്ശി കാണണം എന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. മുത്തശ്ശി എന്നിട്ട് ബാലേന്ദ്രൻ ദേഷ്യം വരികയാണ് കേട്ടോ. മുത്തശ്ശി കേൾക്കും. മുത്തശ്ശിനോട് പറയേ, ബാലേന്ദ്രൻ ബിസിയാണെന്ന് പറയും. ഒരു മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും കുടിക്കുകയാണ്. എന്നിട്ട് അലീന പോകുന്നില്ല കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അതെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു, ഒന്ന് കാണാൻ എന്ന് പറയാം കേട്ടോ. അതിനെന്താ, ശരി കാണാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എനിക്കാണ് കേട്ടോ. ആടി എഴുന്നേറ്റ് ഇങ്ങോട്ട് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശിയുടെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശി അടുത്തേക്ക് ബാലേന്ദ്രൻ ചെല്ലുകയാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കണേ, എന്നാ പറ്റി ബാലേന്ദ്ര, നിനക്ക് എന്നാ പറ്റി ചോദിക്കട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എന്നാ പറ്റാനുള്ളതൊക്കെ പറ്റിക്കഴിഞ്ഞു, ഇനി ഒന്നും പറ്റാനില്ല എന്ന് പറയേ. അന്നേരം മുത്തശ്ശിക്ക് മനസ്സിലാവട്ടെ, എന്തോ ഒരു സംതിങ് റോങ് ഉള്ള പോലെ തോന്നുകയാണേ മുത്തശ്ശിക്ക്. അപ്പോൾ മുത്തശ്ശി പറയണത്, നിനക്ക് എന്താ സുഖമില്ലേ, നിനക്ക് സുഖമില്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ, നിന്റെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിനോട് ബാലേന്ദ്രൻ പറയണേ, ഒന്നുമില്ല, ഒരു കാര്യമില്ല, ഇപ്പം കണ്ടല്ലോ, ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിങ്ങാട്ട് നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി അലീന പറയാണ്, എന്തോ കുഴപ്പമുണ്ട് മോളെ, ശരിയാണ് മോള് പറഞ്ഞത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മേഡത്തിന് വിളിച്ച് പറഞ്ഞാലോ? അവള് പറഞ്ഞാലോ ഒന്നും ബാലേന്ദ്രൻ കേൾക്കൂല. മോളൊരു കാര്യം ചെയ്യും, ആ മനുവിനെ ഒന്ന് വിളിച്ച് പറഞ്ഞോ. മനു വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ കേൾക്കും, ഉറപ്പായിട്ടും കേൾക്കും. മോളൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് മനുവിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് എടുത്തു കൊടുക്കുകയാണേ. അലീനയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫോണിൽ മനുവിൻ്റെ നമ്പർ കുത്തിയിട്ട് ഹലോ മനുവേട്ടാ എന്ന് വിളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനെ ഇടയ്ക്കിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ഇനി മനുവിനെ വിളിക്കുന്ന ഞാൻ കേട്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനെ തന്നെയാണ്. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ വീണ്ടും റൂമിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. റൂമിലും ബ്രാൻഡി കുപ്പിയും കൊണ്ടുമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനുശേഷം വൈജയന്തിൻ്റെ ഫോട്ടോത്തിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് അലീനയാണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ആകെ ടെൻഷനായിട്ട്. അലീന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇടിയ പൊളിയ ഒരു ശബ്ദം കേൾക്കുന്നത്. അലീന ഓടി ചെല്ലുകയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക്. റൂമിൽ ചെന്ന് കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ബാലേന്ദ്രൻ ആകെ വീണ് കെടുക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സൊക്കെ താഴത്ത് വീണ് പൊട്ടിയിട്ടുണ്ട്, ചെയറൊക്കെ താഴെ വീണിട്ടുണ്ട്. അലീന ഓടി വന്നിട്ട് സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, സാറേ എന്ന് പറഞ്ഞിട്ട് കവിളത്തൊക്കെ രണ്ടും തട്ടി കൈയിൻ്റെ ഷോൾഡറിലൊക്കെ അങ്ങനെ അടിച്ചടിച്ചിങ്ങോട്ട് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്തൊക്കെ ഒഴിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ്റെ അനക്കമില്ലാണ്ട് ഇങ്ങനെ കെടുക്കും. പിന്നെ പൾസൊക്കെ നോക്കുന്നുണ്ട്. അലീന JDC ഒക്കെ പഠിച്ചിട്ടുള്ള കാരണം, നഴ്സിങ്ങിൻ്റെ ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാരണം അലീനയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ അറ്റാക്ക് ആണെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ CPR കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന. കുറച്ച് സമയം ബാലേന്ദ്രനെ വിളിച്ചിങ്ങാട്ട് CPR കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന
അലീന ഓടുകയാണ് കേട്ടോ. മുത്തശ്ശിയുടെ അടുത്ത് ഓടി ചെന്നിട്ട് അലീനയ്ക്ക് പറയാൻ പറ്റുന്നില്ല. മുത്തശ്ശി സാറ് എന്ന് പറയുന്നുണ്ട്. എന്താ എന്നെ പറ്റി മോളെ, എന്നെ പറ്റി എന്ന് പറയും. സാറ് വീണു എന്ന് പറയട്ടോ. വീണു, ദൈവമേ, മുത്തശ്ശി ആ ഫോൺ തായോ എന്ന് പറയട്ടോ. അങ്ങനെ തന്നെ വേഗം തന്നെ ഫോൺ എടുക്കുകയാണ്. ഫോൺ അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അലീന വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ആംബുലൻസ് പറയാണ്. ആംബുലൻസിനോട് എത്രയും പെട്ടെന്ന് ആംബുലൻസ് വരണം, ഡോക്ടർ നഴ്സുമാരൊക്കെ വേണം. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീടാണ്. അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ശർമ്മരെ വീടിൻ്റെ ഓപ്പോസിറ്റ് തൊട്ടടുത്തുള്ള വീടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി എന്ന് പറയും. അതിനുശേഷം അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് പറയുന്നു എത്രയും പെട്ടെന്ന് ഇനി മനുവിനെ വിളിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനുവിനെയും കൂടെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനുവിൻ്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മനുവിൻ്റെ അല്ല, അതിന് ശേഷം വിളിക്കുന്നത് ഡോക്ടർ ശർമ്മനെയാണ് കേട്ടോ. ഡോക്ടർ ശർമ്മനെ വിളിച്ചിട്ട് സാർ എത്രയും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വരണം, വേഗം തന്നെ വായോ, കാരണം സാർ ഇവിടെ തളർന്ന് കിടക്കുകയാണ്, അറ്റാക്ക് ആണോ എന്ന് ചെറിയ സംശയമുണ്ട് എന്ന് പറയും കേട്ടോ. സ്ട്രോക്ക് വന്നതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ആള് തൊട്ടടുത്തുണ്ടല്ലോ, വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം മുത്തശ്ശിനോട് പറയാണ് ശരി മുത്തശ്ശി, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിട്ടോ. അങ്ങനെ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ മനുവിനെ വിളിക്കുന്നത്. മനു വന്നിട്ട് ഇങ്ങനെ മനുവേട്ടാ ഫോൺ എടുക്കും, മനുവേട്ടാ ഫോൺ എടുക്കട്ടെ പ്ലീസ് പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. റിങ്ങണേ മുമ്പ് തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ മനു ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലീന കോള് കാണുമ്പോൾ തന്നെ ഫോൺ എടുക്കും കേട്ടോ. മനുവേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ തന്നെ മനുവിന് മനസ്സിലാവാണ് എന്തോ പ്രശ്നം എടുത്തത്. എന്താ അലീന, എന്താ കാര്യം ചോദിക്കുമ്പോൾ പറയും മനുവേട്ടാ ബാലേന്ദ്ര സാറ് വീണു എന്ന് പറയും. വീണു എങ്ങനെയെന്ന് പറഞ്ഞിട്ട് മനു ചാടി എഴുന്നേക്കാണ് കേട്ടോ. അറിയില്ല, കുഴഞ്ഞു വീണതാണ്, സ്ട്രോക്ക് ആണെന്ന് തോന്നുന്നു, അറ്റാക്ക് ആണെന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടെന്ന് പറയും കേട്ടോ. എന്നിട്ട് അങ്കിൾ എവിടെയാണ്? അങ്കിള് വീണോടെ തന്നെ കിടക്കുകയാണെന്ന് പറയും കേട്ടോ. ഞാൻ ആംബുലൻസിന് കോൾ ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ശർമ്മനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. നീ ഒരു കാര്യം ചെയ്യുക, ആംബുലൻസ് വരുന്നവരെ അങ്കിളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ, ഞാൻ ഇപ്പോൾ തന്നെ തിരിക്കാമെന്ന് പറഞ്ഞിട്ട് മനു കോള് കട്ട് ചെയ്തിട്ട് വേഗം തന്നെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് കേട്ടോ. പിന്നീട് വൈജയന്തിന് കോൾ ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഫോൺ എല്ലാ നമ്പറും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വൈജയന്തിന് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സാറ് കുഴഞ്ഞു വീണു എന്ന് പറയും കേട്ടോ. വീണു, എങ്ങനെ വീണെന്ന് ചോദിക്കാൻ കേട്ടോ വൈജയന്തി. എന്താ സംഭവിച്ചത്, ബാലേന്ദ്രൻ എപ്പോൾ വന്നു, എങ്ങനെയാണ് വീണത്, എവിടെയാണ് വീണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അതെ ഈ വക കാര്യങ്ങളൊക്കെ മേഡം ഇവിടെ വന്നിട്ട് അന്വേഷിക്കാം, മേഡം എത്രയും പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരാൻ നോക്കുമെന്ന് പറയും കേട്ടോ. അങ്ങനെ വേഗം തന്നെ അലീന കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വേറെ ആരൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോഴേക്കും ഡോക്ടർ ശർമ്മ വരുന്നത് അലീനെ കാണാൻ. അലീന ഓടിച്ചെല്ലാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സാറ് കുഴഞ്ഞു വീണു, സ്ട്രോക്ക് ആണെന്നൊരു സംശയമുണ്ട്, CPR കൊടുത്തില്ലേ നീന്ന് ചോദിക്കുകയാണെ. ഞാൻ CPR കൊടുത്തു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആംബുലൻസ് വരികയാണ് കേട്ടോ. ആംബുലൻസ് വന്ന് നേരെ എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് പോകണം. അപ്പോൾ സിസ്റ്റർമാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ നേരെ ബാലേന്ദ്രനെയും കൊണ്ടവർ പോകുന്ന ഇതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് കാർ ഓടിച്ച് തിരികെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പ്രമോല് കാണിച്ചിട്ടുള്ളത് ബാലേന്ദ്രനെ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നതും പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. അതിനുശേഷം അലീനയും കൂടി ഉണ്ടായിരുന്നല്ലോ ആംബുലൻസിൽ. അലീനെ കാണുമ്പോൾ തന്നെ തുടങ്ങും വൈജയന്തി. അപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട് ഇവളെന്താ ഇവൾക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് അവൾ നിൽക്കുന്നത് ആൻറ്റിയുടെ തലയിലൊന്നും അല്ലല്ലോ എന്ന് പറയും കേട്ടോ. ഇത് കേട്ടിട്ട് വൈജയന്തി ആകെ ഞെട്ടിപ്പോകും. മാത്രമല്ല വൈജയന്തിയുടെ മുന്നിൽ വെച്ച് തന്നെ അലീനയുടെ കയ്യിൽ പിടിച്ചിട്ട് നേരെ കൊണ്ടുപോകാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ ഒരു കൂസലില്ലാതെയാണ് കേട്ടോ മനു നമ്മുടെ അലീനനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കാറിൽ പോകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണമോള് ബാലേന്ദ്രനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മയ്ക്ക് അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഓടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.